നല്ല നാടൻ പോത്തിറച്ചി അച്ചാർ ഇടുന്നതാണ് പച്ചയ്ക്ക്. അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒരേ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഉപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയായിട്ട് വെള്ളം കളഞ്ഞ് ഉപ്പും മുളക് പൊടിയും കൂടി തിരുമ്മി ഇങ്ങനെ വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വാന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് കോരിയെടുത്ത് ഇങ്ങനെ വറുത്തെടുക്കണം. ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിൽ വറുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഈ തടിയുടെ കറി കൊണ്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണേ. 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് വത്തൽമുളക് ഒരു 2-3 മതിയേ, അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. മുളക് പാകത്തിന് ചുമന്ന് വരുമ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്നിങ്ങനെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് ആ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ കൂട്ടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ പരുവാകുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളകും കൂടി അരിഞ്ഞിടുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ് ഇതിലേക്ക്. കാരണം കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, എടുത്ത് വെച്ചതേ. മുളക് പൊടി ഞങ്ങൾ സ്വന്തമായിട്ട് പൊടിപ്പിച്ചെടുത്ത മുളക് പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ ഇളക്കി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടി, ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വെച്ചിട്ട് ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം നമ്മൾ അത് മുളക് പൊടി അരപ്പെല്ലാം മൂത്ത് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമേ. കൂടാതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ഞാൻ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഉപ്പ്, കല്ലുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കുറച്ച് കല്ലുപ്പ് ആവശ്യത്തിനുള്ളത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഞാൻ ഇളക്കി കേട്ടോ ഇത്. എന്നിട്ട് നല്ല നാടൻ വിനാഗിരിയാണ്, കള്ളും കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഈ വിനാഗിരി കൂട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഈ അച്ചാർ കുറേ നാളുകൾ ഇരുന്നോളും കേട്ടോ. ഒരു കേടുമില്ലാതെ കൊണ്ട് ഏത് രോഗക്കാർക്കും കഴിക്കാനും പറ്റുമേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം ചില്ല് ഭരണിക്കകത്ത് ആക്കി വെക്കുക, കുറേശ്ശെ എടുത്ത് യൂസ് ചെയ്യുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതേ കൂട്ടുകാരെ, നമ്മുടെ ബീഫ് അച്ചാർ റെഡിയായേ. ചൂടനെ ഞാൻ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. കാരണം പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇൻഡാലിയത്തിൻ്റെ പാത്രത്തിൽ വയ്ക്കാൻ പാടില്ല, അത് നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചു. പാകത്തിന് ഉപ്പ്, പുളി, എരിവ് എല്ലാം നിങ്ങൾ നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള
വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.